എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ആഫ്റ്റർ എ ലോങ് മന്ത്, അതായത് ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ അനൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ റെഡി ആയിട്ട് എവിടത്തേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഒരു മാസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് ദുബായ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ മനഃപൂർവ്വം ഇടാണ്ടെന്നൊന്നല്ല. ഗ്ലോബൽ വില്ലേജിന്റെ വീഡിയോ എല്ലാം കറക്റ്റായി എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റിലായി വോയിസ് ഓവറും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വീഡിയോ ആയിരുന്നു ഗ്ലോബൽ വില്ലേജിൻ്റെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഗ്ലോബൽ വില്ലേജിന്റെ കാര്യം പറയുന്നത്? അങ്ങനെ ഒരു വീഡിയോയെ വന്നിട്ടില്ലല്ലോ. സത്യമാണ്. എന്താണെന്നറിയില്ല, എനിക്കത് സേവ് ചെയ്യാവുന്നില്ല. അതിനുശേഷം എൻ്റെ ഫോൺ എനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല, എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയിട്ടില്ല. ആ വീഡിയോ മാത്രം ആ 3 പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ആ വീഡിയോ സേവ് ആകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇത്രയും കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടാണോ, കറക്റ്റായിട്ട് വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. വളരെ സങ്കടമുള്ള ഒരു തീരുമാനമായിരുന്നു, കാര്യമായിരുന്നു എനിക്ക് ആ വീഡിയോ സേവ് ആകാത്തത്. അപ്പം ഞാൻ അതിൻ്റെ മൂഡ് ഓഫിലായിരുന്നു. ഒരു 2-3 ആഴ്ച അങ്ങനെ പോയി അങ്ങനെ ലാസ്റ്റ് 1 മാസം വരെ നീണ്ടു പോയത്. അപ്പം ഞാൻ വെച്ചു എന്നും വെച്ച് തന്നിട്ട് കാര്യമില്ല, അടുത്ത വീഡിയോസ് നമുക്ക് ഇറക്കാം, 1 കൊല്ലം എത്തുമല്ലേ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടത്തേക്കാണെന്നല്ലേ പറയട്ടോ. അതിന് മുമ്പേ നമ്മൾ നിന്ന ഫ്ലാറ്റിൻ്റെ താഴെ വരും അടിപൊളിയാണ് കേട്ടോ. ഒരു വേറെ തന്നെ ഒരു നാച്ചുറൽ വൈബായിരുന്നു. അപ്പോൾ ക്ലിയർ സൗണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അങ്ങനെ കിളികളുടെയും പക്ഷികളുടെയും നല്ല മധുര സംഗീതമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ എൻ്റെ ബ്രദർ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കസിൻ ബ്രദർ കേട്ടോ. അവനോട് ദുബായിൽ വർക്ക് ചെയ്യാണ്, വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജയിലേക്കാണ്. ദുബായിൽ വന്നിട്ട് ഷാർജയിൽ പോകേണ്ടത് ശരിയാവില്ലല്ലോ. അപ്പൊ ആദ്യം നമുക്ക് അവനെ മീറ്റ് ചെയ്യാം. എൻ്റെ ഡാർലിംഗ് വന്നിട്ടുണ്ട്. ചേട്ടാ ഒന്ന് നോക്കൂ. ഇന്നത്തെ നമ്മളെ മെയിൻ ഷോപ്പിംഗ് തന്നെയാണ് ഷാർജയിൽ പോയിട്ട്. അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ കൂടിയുണ്ട്. നിങ്ങൾ റെയിൻ റൂം എന്ന് കേട്ടിട്ടുണ്ടോ? ആ റെയിൻ റൂം കാണാനാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ഷാർജയിലുള്ള റെയിൻ റൂം കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് പോയിട്ട് കണ്ടു കളയാം. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇല്ലല്ലേ? അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പോകുന്ന വഴിക്കുള്ള മനോഹരമായ ദുബായ് കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്തൊരു ഭംഗിയാന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്. പകുതി കാര്യങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഷെയർ ചെയ്തതാട്ടോ ഈ വീഡിയോ. അങ്ങനെ ഇതാ നമ്മൾ പോയി ഇതാ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഷാർജയിലുള്ള വിശേഷം വഴിയെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മളുടെ പ്രധാന ലക്ഷ്യം റെയിൻ റൂമിലേക്കാണ്. ആക്ച്വലി ആ റെയിൻ റൂമിന്റെ ആ ബിൽഡിങ്ങിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്, അവരൊന്ന് സെറ്റിൽ ആയിട്ട് നമ്മൾ അകത്തേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റെയിൻ റൂം എന്താണെന്നായിരിക്കും നിങ്ങൾ ഭയങ്കര വണ്ടർ അടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ നടക്കുമ്പം നമ്മൾ മഴ കൊള്ളില്ലേ, അതായത് മഴയത്ത് നടക്കുമ്പോൾ മഴ കൊള്ളില്ലേ. എന്നാൽ ഈ റെയിൻ റൂമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മഴയത്ത് നടക്കാൻ പറ്റും, പക്ഷെ നമ്മൾ മഴ കൊള്ളില്ല. ഷോക്കായില്ലേ കേട്ടപ്പോൾ? ഞാനും ആദ്യം ഷോക്കായി കേട്ടോ. പക്ഷെ ഞാനത് ഡയറക്റ്റ് കണ്ട് അറിഞ്ഞ് ഫീൽ ചെയ്തതാണ്. അപ്പം ഇതാണ് നമ്മളെ റെയിൻ റൂം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ നടക്കുമ്പോൾ മഴ നിന്നിട്ട്, പക്ഷെ ചുറ്റിലും മഴ പെയ്യും, പക്ഷെ നമ്മൾ ദേഹത്ത് മഴ കൊള്ളില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത്. മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ മഴയുണ്ട്, മഴയില്ലേന്ന് വെച്ചാൽ മഴയില്ല. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ദേഹത്ത് മഴ വീഴാണ്ട്, പക്ഷെ നമ്മൾ ചുറ്റിലും മഴ വീണിട്ട് അതൊരു വേറെ തന്നെ ഫീലിംഗ് ആട്ടോ. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് ഞാൻ റെയിൻ റൂമിൻ്റെ മഴയത്തോട്ട് നടക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം നടന്നിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയും കൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, മഴയത്ത് ഞാൻ നടക്കുകയാണ്, പക്ഷെ ഞാൻ നനയുന്നില്ല. എന്നാൽ ഞാൻ മഴയത്താണ് നടക്കുന്നതും. അതാണ് പ്രത്യേകത. ആക്ച്വലി
ഫസ്റ്റ് റൗണ്ട് നടക്കുമ്പോൾ ഇതിനെപ്പറ്റി വലിയ നിശ്ചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് തോന്നിയ പോലെ ക്യാമറ ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുക ചെയ്തത്. അതിനുശേഷം അവിടുന്ന് അവർ പറഞ്ഞു തന്നു എങ്ങനെയാണ് നടക്കേണ്ടത്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു, എങ്ങനെ നടന്നാൽ മഴ കൊള്ളാണ്ട് നിൽക്കുക, മഴയത്ത് നടന്നിട്ട് എങ്ങനെ എൻജോയ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തന്നതിന് ശേഷം സെക്കൻഡ് റൗണ്ട് ഞാൻ നടക്കാൻ പോയതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ബ്രദറോട് പറഞ്ഞു നീ വീഡിയോ എടുക്കും, ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ, മഴ കൊണ്ടിട്ട് വരട്ടെ എന്ന്. അപ്പം ഞാനെങ്ങനെയാണ് മഴ കൊള്ളാണ്ടും മഴ കൊണ്ട പോലെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2 പ്രാവശ്യം നടന്നപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കൈക്കൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് റൗണ്ടിൽ മുഖത്തൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞു ഒരേ ലൈനിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരേ ലൈനിൽ നടക്കണം, ഇല്ലെങ്കിൽ 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ് അല്ലെങ്കിൽ 1 സ്റ്റെപ്പ് ഫോർവേഡ്സ് ആയിട്ട് നടക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു എന്നാൽ പിന്നെ നീ പോയിട്ട് നടന്നിട്ടോ, ഞാൻ നിൻ്റെ വീഡിയോ എടുക്കാം, നോക്കാമല്ലോ നമുക്ക് വെള്ളം ഒറ്റോ ഇല്ലയോ എന്ന്. അപ്പോൾ അവൻ നടക്കുമ്പം കറക്റ്റായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ മേത്ത് വെള്ളമൊന്നും ആയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടി. അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം അടുത്ത റൗണ്ട് ഞാൻ തനിയെ നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പറയായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് ടെക്നിക്ക് പിടികിട്ടിയുണ്ട് നമ്മൾ കുറച്ച് റീൽസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പോസിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊടുക്കുന്നത്. ഷാറുഖ് ഖാനെ പോലെ നിൽക്കുന്നത് ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ അർജു ആയതുകൊണ്ട് അവൻ്റെ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ അവന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ. തിരിച്ചും അതേ ഉപകാരം അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ആംഗ്ലിയും പെങ്ങളും ആകുമ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അവൻ കൂടിയുള്ളതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ക്യാമറമാനായിട്ട് ഞാൻ അവനെ യൂസ് ചെയ്തിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ മഴയത്തുള്ള മമ്മൂട്ടീൻ്റെ കളി കളിച്ചുകൊണ്ട് എൻ്റെ കെട്ടിയോണ്ടാണെന്ന് മഴയത്ത് എന്തൊക്കെയോ കൊപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അയാളെയും കുറേ വീഡിയോസൊക്കെ എടുത്ത് അതിനുശേഷം ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ ഈ മഴയത്ത് ഇങ്ങനെ എടുത്ത് നടന്നു വന്നിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, വേറെ തന്നെ ഫീലായിരുന്നു. ആദ്യമൊക്കെ നനഞ്ഞെങ്കിലും പിന്നെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടിയോണ്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റി. പിന്നെ ആ റൂമിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമയം നമ്മൾ ആ വെള്ളത്തിൽ എൻജോയ് ചെയ്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത്. ദുബായിലുള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഷാർജയിൽ പോയിട്ട് ഈ റെയിൻ റൂമിൽ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ. വേറെ ലെവൽ ഫീലിങ്സ് ആണ്, അടിപൊളി തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് എന്നോട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഷാർജ റെയിൻ റൂമിൽ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന അടിപൊളി വൈബുള്ള റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസും കൂടിയാണ്. നമ്മളെ നാട്ടിലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് എൻ്റെ അനിയൻ പറയുന്നുണ്ടായിരുന്നു. എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇതാണ് നമ്മൾ അവിടുന്ന് വാഷ്റൂമിൽ പോയിട്ട് നമ്മളൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഇവിടെ വാഷ്റൂമിലില്ലേ നമുക്ക് ഡ്രയർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ സപ്പോസ് നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഷവർ പോലത്തെ സാധനം അതാണ് കേട്ടോ ഡ്രൈ ഏരിയ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഇതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി കണ്ടിട്ട് പോണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.